ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയമുള്ള യാത്രക്കാരെ, ഒരല്പസമയം മാത്രം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്പസമയം തിരുവചനത്തിൽ നിന്നും ചില വേദഭാഗങ്ങൾ മാത്രം നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എന്നും എപ്പോഴും ആയിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അപ്പോൾ പ്രിയമുള്ളവരെ, അല്പസമയം മാത്രം ഒന്ന് സംസാരിക്കട്ടെ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുക. തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നത് നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവെഴുത്തുകൾ പറയുന്നത് ഇപ്രകാരമാണ്: ഈ സാഹചര്യം, ഈ കാലഘട്ടത്തെ നാം വിസ്മരിച്ചു കളയരുത്. പഴയ നിയമത്തിൽ ഈ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബൈബിൾ പറയുന്നത് യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവം യെഹെസ്കേൽ പ്രവാചകനെ വിളിച്ചുകൊണ്ടുപോയി ഒരു താഴ്വരയെ കാണിച്ചു. ഈ താഴ്വര ഉണങ്ങിയ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്നത്. അസ്ഥി കൂമ്പാരങ്ങളാണ് അവിടെ ഉള്ളത്. ഈ അസ്ഥികൾക്ക് മാംസമില്ല, ഞരമ്പില്ല, മജ്ജയില്ല, ത്വക്കും ഒന്നുമില്ലാതെ കിടക്കുന്ന അസ്ഥികൾ. അപ്പോൾ പ്രവാചകനോട് ദൈവം ചോദിച്ചത്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ അറിയുന്നില്ല കർത്താവേ, നീ അറിയുന്നു. അപ്പോൾ പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ പ്രവചിക്കുക, ഈ അസ്ഥികളെ നോക്കി. പ്രവാചകൻ ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവചിച്ചപ്പോൾ ഈ അസ്ഥികളിന്മേൽ മാംസം വന്നു, മജ്ജയുണ്ടായി, ഞരമ്പ് വന്നു, ത്വക്കുകൊണ്ട് പൊതിഞ്ഞ്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ 4 കാറ്റുകളോടും ഈ നിഹതന്മാരുടെ മേൽ അടിക്കുക എന്ന് പറഞ്ഞ് 4 കാറ്റുകളും ഈ നിഹതന്മാരുടെ മേൽ അടിച്ചപ്പോൾ അവർ ജീവനുള്ള മനുഷ്യരായി എഴുന്നേറ്റ് നിന്നു എന്ന് തിരുവചനം കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ജീവനുള്ള ശരീരമായി എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് പുതിയ നിയമ ഇസ്രായേൽ ജനം എന്ന് പറയുന്നു. അപ്പോൾ അതിനു മുൻപ് ഇവിടെ ജീവനില്ലാതെ ഉണങ്ങിക്കിടന്ന അസ്ഥികളെന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട്, ഈ ലോകത്തിന് കീഴ്പ്പെട്ട്, ആ ലോകത്തിന്റെ ഇഷ്ടത്തിന്, ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ജനത്തെയാണ് ഈ ഉണങ്ങിയ അസ്ഥികൾ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പുതിയ നിയമ ഇസ്രായേൽ ജനമാണ് ഇതിനു മുൻപ് ഇവിടെ ഉണങ്ങിയ അസ്ഥികളായി കിടന്നത്. അവർ മദ്യപിക്കുമായിരുന്നു, അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുമായിരുന്നു, അവർ ഈ ലോകത്തിന് അനുരൂപരായി ജീവിച്ചു കൊണ്ടിരുന്നവരായിരുന്നു. ആത്മീയമായ, ദൈവികമായ യാതൊന്നുമില്ലാത്ത ആ ജനത്തെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ കൂടി അവൻ രക്ഷിക്കപ്പെട്ടു. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നൊക്കെയും ദൈവമായ കർത്താവ് അവരെ വെടിവെച്ചു. അവരെ ജീവനുള്ള
ആത്മാവുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ അറിയുന്നവർ, ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായ ഒരു ജനസമൂഹമായി ഉയർത്തി നിർത്തിയതാണ് പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ മേൽ അതിഭയങ്കരമായ ഭാരമുണ്ട് പ്രിയമുള്ളവരെ. ഈ പുതിയ നിയമ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അത് ശിഷ്യന്മാരിൽ കൂടി യേശു ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞത്, ഇനിയും ഇതേ അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ ഈ ലോകത്ത് ചിതറിക്കിടക്കുകയാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങൾ കടിമപ്പെട്ട് ഈ ലോകത്തിന് അനുരൂപരായി ജീവിച്ചു മുൻപോട്ട് പോകുക എന്ന് പറഞ്ഞെന്നാൽ ദൈവത്തെയോ ദൈവത്തിന്റെ പ്രമാണങ്ങളെയോ അറിയുകയോ വിശ്വസിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ ജീവിച്ച് നിത്യജീവൻ നഷ്ടപ്പെട്ട് നിത്യമരണത്തിലേക്ക് തള്ളപ്പെടുന്ന ആ ജനസമൂഹത്തെ അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് മദ്യവും മയക്കുമരുന്നുമില്ലാത്ത ഒരു നല്ല ജീവിതം അവർക്ക് ഈ ലോകത്തിൽ പ്രദാനം ചെയ്തുകൊണ്ട് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ യേശു ഒരുക്കിയിരിക്കുന്നതായ നിത്യജീവനെ അവർക്ക് അവകാശമാക്കുകയും യേശുവിനോട് കൂടെ നിത്യതയിൽ വസിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോകുകയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ചവരെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവരെയും ചേർത്ത് കൊണ്ടുപോകുവാൻ യേശു വീണ്ടും വരും. ആ വരവിൽ പ്രിയമുള്ളവരെ, നിങ്ങളും ജീവനുള്ളവരായി ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്. അതിനാണ് സുവിശേഷം ഇന്ന് ലോകത്തെല്ലാം പറയുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഞാനിവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞാനും മദ്യപിക്കുന്നവനായിരുന്നു. അന്ന് മയക്കുമരുന്നൊക്കെ ഉണ്ട് എങ്കിലും അതിനെപ്പറ്റിയുള്ള അറിവുകളൊന്നും നമുക്കില്ലായിരുന്നു. എന്നാൽ ആ മദ്യപാനം കൊണ്ട് സംഭവിച്ചത് പ്രിയമുള്ളവരെ, ഒരു കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ വരാവുന്നതിൽ ഏറ്റവും വലിയ അരഷ്ടിതയും കഷ്ടതകളും ദാരിദ്ര്യവും നിരപരാധികളായ കൊച്ചുകുട്ടികളും ഭാര്യയും അനുഭവിച്ച വേദനകളും യാതനകളുമാണ് ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ദൈവത്തെ അറിയാതെ, യേശുവിനെ അറിയാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ 22 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ ഇപ്രകാരമാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്, ഈ ലോകത്തിന് എന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നു, എനിക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയുന്നില്ല കർത്താവേ. ഞാൻ പലപ്പോഴും പലതിലേക്കും വീണു പോകുമ്പോൾ ഞാൻ മുഖാന്തരം ഇവിടെ തകർന്നു പോകുന്നത് ഒരു കുടുംബമാണ്, അവർ നിരപരാധികളാണ്. ആയതിനാൽ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും മറ്റുള്ളവരെ, എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ തകർത്ത് കളയുന്ന അവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ കർത്താവേ, നിനക്കതിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത് 22 വർഷമായി മദ്യപിക്കുകയോ മറ്റു ബീഡി വലിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാതെ ഈ ലോകത്തിനൊരു മാതൃകയായി തന്നെ യേശു ക്രിസ്തുവിന്റെ ശക്തിയാൽ ജീവിക്കുവാൻ ദൈവം എനിക്ക് തന്ന കൃപയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുന്നത്, യേശു കർത്താവ് ആരെയും ഉപദ്രവിക്കുന്ന ദൈവമല്ല, മറിച്ച് യേശു നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. യേശുവിന് മാത്രമാണ് നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്നത്. കാരണം നാം വീഴുമ്പോൾ നമ്മളെ അവിടെ ഉപേക്ഷിച്ചു പോകുകയില്ല. യേശു നമ്മളെ അവിടെ നിന്ന് കരം പിടിച്ചുയർത്തും. നമ്മുടെ തകർച്ചകളിൽ നമുക്ക് താങ്ങായിരിക്കും, നമ്മുടെ വേദനകളിൽ നമുക്ക് ആശ്വാസമായിരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും സമാധാനവും സന്തോഷവും നിത്യതയിൽ ദൈവത്തോടുള്ള കൂടെയുള്ള വാസവുമാണ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാനൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം സുവിശേഷത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം പറയുന്നത് ഇപ്രകാരമാണ് എന്ന് നാം മനസ്സിലാക്കണം.
ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല എന്ന്. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു മനുഷ്യൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. അവനെ ആർക്കും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാനോ അവനെ നശിപ്പിച്ചു കളയുവാനോ കഴിയുകയില്ല എന്ന് ഇവിടെ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ കൂടി പറയുകയാണ്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല എന്ന്. നമുക്ക് യേശുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യജീവനാണ് ലഭിക്കുന്നത്. ഒരു മനുഷ്യനും ഈ ലോകത്ത് കൊണ്ട് അവസാനിച്ചു പോകുന്നില്ല. ഇവിടെ വെച്ച് നമുക്ക് അവസാനിക്കുന്നത് നാം എപ്പോഴും വൃത്തിയും മെനയുമായി സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഈ ജഡം മാത്രമാണത്. ഈ മണ്ണിലേക്ക് ചേരുമ്പോൾ നമ്മുടെ ആത്മാവോ അത് ദൈവത്തിൻ്റെതാണത് നശിച്ചു പോകുന്നില്ല, അത് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുമെന്നാൽ അന്ത്യകാലത്തൊരു ന്യായവിധി നടക്കും. മനുഷ്യൻ ചെയ്തതിന്റെ ഒക്കെയും കൂലി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് മനുഷ്യന്. ആ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ അറിയുകയില്ല എങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവരെ, നമ്മൾ നിത്യനാശമെന്ന ആ നിത്യദണ്ഡനത്തിലേക്ക് നമ്മുടെ ആത്മാവ് തള്ളപ്പെട്ടു പോകും എന്നുള്ളത് നാം വിസ്മരിച്ചു കളയരുത്. അത് യാഥാർത്ഥ്യമാണ്. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ ഓരോ പ്രവചനങ്ങളും ഇന്ന് നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അവന്റെ കയ്യിലിരിക്കുന്നവരെ ആർക്കും പിടിച്ചു പറിച്ചു കൊണ്ടുപോകുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഇവിടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ നമ്മളെ ജയിക്കുവാൻ കഴിയുകയില്ല, നമ്മളെ തകർക്കുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിന്റെ ഒരു മോഹങ്ങൾക്കും നമ്മളെ നശിപ്പിച്ച് കളയുവാൻ കഴിയുകയില്ല. അതൊക്കെയും നമ്മളെ വിട്ടു മാറി നിൽക്കുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ചവരാണ്. ഈ താഴ്വരയിൽ കിടന്ന ഉണങ്ങിയ അസ്ഥികൾ ദൈവത്തിന്റെ നാമത്തിൽ അവർ ജീവനുള്ളവരായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അവരെ തട്ടിപ്പറിച്ചു കൊണ്ട് പോകുവാൻ കഴിയുകയില്ല. അതാണ് പുതിയ നിയമ ഇസ്രായേൽ. പ്രിയമുള്ളവരെ, മാനവരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പരിഹാരത്തിനു വേണ്ടി കൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കണമേ എന്ന അപേക്ഷയും പ്രാർത്ഥനയോടും കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും ഭവനങ്ങളിലും വസിക്കട്ടെ. അത് നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.